UPSC റിക്രൂട്ട്മെൻറ്റ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ അവസരം, NTPCയിൽ അവസരം, ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ അവസരം. പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മൈ ചാനൽ. UPSC റിക്രൂട്ട്മെൻറ്റ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുതുതായി 84 ഒഴിവുകളിലേക്ക് അപേക്ഷ വിളിച്ചു. ലെക്ചർ, പബ്ലിക് പ്രോസിക്യൂട്ടർ ഒഴിവുകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാം. അവസാന തീയതി സെപ്റ്റംബർ 11. തസ്തിക ഒഴിവ്. UPSCക്ക് കീഴിൽ ലെക്ചർ, പബ്ലിക് പ്രോസിക്യൂട്ടർ റിക്രൂട്ട്മെൻറ്റ്. ആകെ 84 ഒഴിവുകൾ. CBI സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം. 19 അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒഴിവുകളും 25 പബ്ലിക് പ്രോസിക്യൂട്ടർ ഒഴിവുകളുമാണുള്ളത്. ലെക്ചർ തസ്തികയിൽ ബോട്ടണി 8, കെമിസ്ട്രി 8, എക്കണോമിക്സ് 2, ഹിസ്റ്ററി 3, ഹോം സയൻസ് 1, ഫിസിക്സ് 6, സൈക്കോളജി 1, സോഷ്യോളജി 3, സുവോളജി 8 എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ശമ്പളം. ലെക്ചർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 52,700 രൂപ മുതൽ 1,66,700 രൂപ വരെ ശമ്പളം ലഭിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 56,100 രൂപ മുതൽ 1,75,500 രൂപ വരെ ശമ്പളം ലഭിക്കും. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെ ശമ്പളമായി ലഭിക്കും. പ്രായപരിധി. ലെക്ചർ 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാനാവും. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് അനുവദിക്കുന്നതാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത. ലെക്ചർ അതത് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബിരുദവും ഉണ്ടായിരിക്കണം. പബ്ലിക് പ്രോസിക്യൂട്ടർ അപേക്ഷിക്കുന്നവർക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും ക്രിമിനൽ കേസുകൾ നടത്തിയ ബാറിൽ 7 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് തസ്തികകൾക്ക് പ്രവൃത്തി പരിചയം ആവശ്യമില്ല. അപേക്ഷ. താൽപ്പര്യമുള്ളവർ UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ലെക്ചർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ നോട്ടിഫിക്കേഷനുകൾ തിരഞ്ഞെടുക്കുക. വിശദമായി വായിച്ചു നോക്കി സംശയങ്ങൾ തീർക്കുക. ആദ്യമായി സൈറ്റ് സന്ദർശിക്കുന്നവർ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ കയറി അപേക്ഷ പൂർത്തിയാക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 11. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ ജോലി അവസരം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ കീഴിൽ ജോലി നേടാൻ അവസരം. ISROയ്ക്ക് കീഴിൽ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്. ആകെ 96 ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 11. തസ്തിക ഒഴിവ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ കീഴിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൽ അപ്രൻറ്റീസ്. ആകെ 96 ഒഴിവുകൾ. 1 വർഷ കാലയളവിലേക്കാണ് നിയമനങ്ങൾ നടക്കുക. ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് 11 ഒഴിവ്. ടെക്നീഷ്യൻ അപ്രൻറ്റീസ് 55 ഒഴിവ്. യോഗ്യത. ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലൈബ്രറി സയൻസ് എന്നിങ്ങനെയാണ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് കീഴിൽ വരുന്ന ഒഴിവുകൾ. BE, BTech, ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ് യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഇതിനു പുറമെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് കാറ്റഗറിയിൽ 30 ഒഴിവുകളുണ്ട്. BA, BSc, BCom യോഗ്യതയുള്ളവർക്ക് ജനറൽ സ്ട്രീമിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ടെക്നീഷ്യൻ അപ്രൻറ്റീസ് എഞ്ചിനീയറിംഗ് വിഷയത്തിൽ 30 ഒഴിവും കൊമേഴ്സ്യൽ പ്രാക്ടീസിൽ 25 ഒഴിവുമാണുള്ളത്. ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ. താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. NTPCയിൽ വിവിധ തസ്തികയിലേക്ക് അവസരങ്ങൾ. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള NTPCയിൽ വിവിധ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 60 ഒഴിവുകളുണ്ട്. ഫ്രഷേഴ്സിനും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഓൺലൈനായി ഓഗസ്റ്റ് 26 മുതൽ അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 9. ലക്ഷങ്ങൾ ശമ്പളത്തിൽ യോഗ്യതയുള്ളവർക്ക് അവസരം. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് ട്രെയിനി 15 ഒഴിവ്. ശമ്പള സ്കെയിൽ 40,000 മുതൽ 1,40,000 രൂപ വരെ. യോഗ്യത. മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ MHROD MBA. യോഗ്യത 65% മാർക്കോടെ നേടിയിരിക്കണം. പ്രായം. 29 വയസ്സ് കവിയരുത്. തെരഞ്ഞെടുപ്പ്. ഓൺലൈൻ ടെസ്റ്റ് വഴിയായിരിക്കും തെരഞ്ഞെടുപ്പ്. 1 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഇന്ത്യയിൽ എവിടെയും സ്ഥിര നിയമനം ലഭിക്കാവുന്നതാണ്. ഫിസിഷ്യൻ 20 ഒഴിവ്. ശമ്പള സ്കെയിൽ. ഫ്രഷേഴ്സിന് 60,000 മുതൽ 1,80,000 രൂപയും 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് 70,000 മുതൽ 2 ലക്ഷം രൂപയും കൂടാതെ അലവൻസുകളും ലഭിക്കും. യോഗ്യത MD DNB. പ്രായം 37 വയസ്സ് കവിയരുത്. അപേക്ഷ ഓൺലൈനായി ഓഗസ്റ്റ് 26 മുതൽ അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 9.
താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ അവസരങ്ങൾ. കേന്ദ്ര പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ഡയബറ്റീസ്, റൂറൽ ആൻഡ് അഗ്രി ബാങ്കിംഗ് എന്നീ വകുപ്പുകളിലായി 417 ഒഴിവുകളുണ്ട്. റെഗുലർ നിയമനമാണ് നടത്തുന്നത്. മാനേജർ സെയിൽസ് 227 ഒഴിവ്. ജനറൽ 86, SC 50, ST 24, OBC 33, EWS 34. ശമ്പളം 64,820 മുതൽ 93,960 രൂപ വരെ. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായം 24 വയസ്സ് ടു 34 വയസ്സ്. ഓഫീസർ അഗ്രികൾച്ചർ സെയിൽസ് 142 ഒഴിവ്. ജനറൽ 61, OBC 36, SC 19, ST 11, EWS 15. ശമ്പളം 48,450 മുതൽ 85,920 രൂപ വരെ ശമ്പളം ലഭിക്കും. യോഗ്യത അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, വെറ്ററിനറി സയൻസ്, ഡയറി സയൻസ്, ഫിഷറി സയൻസ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, ആഗ്രോ ഫോറസ്ട്രി, അഗ്രികൾച്ചർ ബയോടെക്നോളജി, PC കൾച്ചർ, BTech ബയോടെക്നോളജി, ഫുഡ് സയൻസ്, അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെൻറ്റ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അഗ്രികൾച്ചർ. എഞ്ചിനീയറിംഗ്, സെറികൾച്ചർ, ഫിഷറീസ് എഞ്ചിനീയറിംഗിൽ 4 വർഷ ബിരുദവും 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും. പ്രായം 24 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. മാനേജർ അഗ്രികൾച്ചർ സെയിൽസ് 48 ഒഴിവ്. ജനറൽ 21, OBC 12, SC 7, ST 3, EWS 5. ശമ്പളം 64,820 മുതൽ 93,960 രൂപ വരെ. പ്രായം 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ. ഉയർന്ന പ്രായപരിധിയിൽ ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും, SC ST വിഭാഗക്കാർക്ക് 5 വർഷവും, OBCക്കാർക്ക് 3 വർഷവും, വിമുക്ത ഭടന്മാർക്ക് സേവനത്തിനനുസരിച്ചും ഇളവ് ലഭിക്കും. ചോദ്യപേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിരിക്കും. ഓൺലൈൻ പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളത്ത് പരീക്ഷാ കേന്ദ്രമുണ്ടാകും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും SC ST വിഭാഗക്കാർക്കും 175 രൂപ, മറ്റുള്ളവർക്ക് 850 രൂപ. ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോ, വിരലടയാളം, ഒപ്പ് എന്നിവ ഉൾപ്പെടെ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.